മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 10 പേരെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടറോടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇന്ന് എനിക്ക് നെവിൻ്റെ ക്യാരക്ടറിൽ കുറച്ച് എന്താ പറയുക ഒരു സജഷൻ ഉണ്ട്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നെവിനാണ് കിട്ടിയിട്ടുള്ളത്. അവിടെയുള്ള ബാക്കി 9 പേരെയും സൂംബ പഠിപ്പിക്കണം, പാട്ടൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നെവിൻ അത് എക്സിക്യൂട്ട് ചെയ്ത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. വളരെ ഫണ്ണായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വിയർത്തു. ഇന്നത്തെ ദിവസം ഒരു വീക്ക്ലി ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വിയർത്തിട്ടുണ്ട്. പക്ഷെ നെവിൻ ആദ്യം വിളിച്ചത് അനുമോളയാണ്. ശരിക്കും ഈ അനുമോളെ ചൊറിയുന്നത് ഒഴിച്ചാൽ നെവിൻ്റെ കാര്യത്തിൽ ഒരു നല്ല മത്സരാർത്ഥിയാണ് നെവിൻ തമാശ കാണിക്കുന്നത്. ഇപ്പം എനിക്ക് ആ പറഞ്ഞ സജഷൻ്റെ കാര്യം ഞാൻ പറയാം. ആ ഒരു സീക്രട്ട് ടാസ്ക് വന്ന സമയത്ത് എല്ലാവരും നെവിനെ ഒറ്റപ്പെടുത്തി. എല്ലാവരും എന്ന് പറയാൻ എസ്പെഷ്യലി ആര്യനാണ് നെവിനെ മാറ്റി നിർത്തിയത്. അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞത് ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെവിൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കും എന്നൊക്കെയാണ്. നമുക്കറിയാം, അത് ലാലേട്ടൻ തന്നെ എടുത്ത് എല്ലാവരും കേൾക്ക പറഞ്ഞു. ആ ഒരു സീക്രട്ട് റൂമിലേക്ക്, ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് ടാസ്കിന് വേണ്ടിയിട്ട് നെവിനെയൊക്കെ വിളിച്ച സമയത്ത് നെവിൻ ആ ടാസ്ക് കൊടുക്കാതെ മറ്റെന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിനോട് തന്നെ നെവിൻ പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് കുറച്ച് സീക്രട്ട് ടാസ്ക് ഒക്കെ എനിക്കതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമുക്കൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നെവിൻ അത് എങ്ങനെ മനസ്സിലായി, നെവിൻ അത് ഗസ് ചെയ്തു. ശരിക്കും ബിഗ് ബോസ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന, ബിഗ് ബോസിന്റെ പഴയ സീസൺസ് ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.